ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കൊച്ചു പച്ചക്കറി തോട്ടമാണ് കേട്ടോ. രാസവളങ്ങളൊന്നും ഇടാത്ത നല്ല ജൈവസമൃദ്ധമായ പച്ചക്കറിത്തോട്ടം. നമ്മുടെ വീട്ടുമുറ്റത്തെ പച്ചക്കറിത്തോട്ടം എന്നൊക്കെ പറയില്ലേ, അതേപോലെ നമ്മൾ ചെറുതായി നമ്മുടെ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പച്ചക്കറി കൃഷികളാണ് കേട്ടോ ഇതൊക്കെ. എല്ലാവർക്കും ഇതുപോലെ പച്ചക്കറിത്തോട്ടം വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. വിഷമൊന്നും അടിക്കാത്ത നല്ല ജൈവസമൃദ്ധമായ പച്ചക്കറി കഴിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിനൊരു കുളിരാണ്, അതുപോലെ തന്നെ ശരീരത്തിന്. കൈപ്പയ്ക്ക, കോവയ്ക്ക, കുമ്പളങ്ങ, മത്തങ്ങ, വഴുതനങ്ങ, പച്ചമുളക്, ചീനമുളക്, ചേന, ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞു പച്ചക്കറി തോട്ടത്തിലുള്ളത്. ഈ കവർ കണ്ടോ, ഈ കവർ വെച്ചിട്ട് നമ്മൾ കയ്പ്പയ്ക്ക, കുഞ്ഞു കയ്പ്പയ്ക്ക ആകുമ്പോൾ തന്നെ നമ്മൾ മൂടി വെക്കും. അങ്ങനെ ആകുമ്പോൾ പുഴുക്കുത്തൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് കയ്പ്പയ്ക്ക നല്ല വൃത്തിയായിട്ട് അതിൻ്റെ വിളവെടുപ്പ് സമയത്ത് ഇറക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മളങ്ങനെ കെട്ടി വെക്കുകയാണ്, കവറിട്ട് മൂടി വെക്കുകയാണ്. കോവയ്ക്കാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ താരം. അതായത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു കോവയ്ക്ക പോലും സത്യം പറഞ്ഞാൽ നേരം പോലെ ഉണ്ടാവാൻ സമ്മതിക്കില്ല. അപ്പോഴേക്കും അത് പൊട്ടിച്ചിട്ട് അവർക്ക് കഴിക്കലാണ് അവരുടെ പരിപാടി. മെയിൻ പരിപാടി അതാണ്. കോവയ്ക്ക ഇങ്ങനെ പൂവിട്ടിട്ടുണ്ടാവുന്നത് തന്നെ ഉള്ളൂ. കോവയ്ക്ക് പൊതുവെ പച്ചക്ക് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇതുകൂടാതെ നമ്മൾ ചെറിയ രീതിയിൽ ഇഞ്ചി കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ ഒരു മുന്തിരി പന്തലുണ്ട്, 1-2 മുന്തിരിയൊക്കെ ഉണ്ടായി. പിന്നെ വഴുതനങ്ങ,
അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ കൊച്ചു കൊച്ചു കൃഷികൾ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബൈ.